നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. +2 അധിക ബാച്ച് അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. മലബാറിൽ ഹയർ സെക്കൻഡറി സീറ്റ് പരിമിതം. സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഭാരവാഹികൾ. എളയാവൂർ കാട്ടുമൽച്ചാൽ റോഡ് ദുരിതം സ്ഥലം സന്ദർശിച്ച അധികൃതർ. ഉടൻ പരിഹാരം കാണുമെന്ന് കൗൺസിലർ. കലക്ടർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങി നാട്ടുകാർ. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്. പയ്യന്നൂരിൽ വീട്ടിലെ മോഷണം, പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് ഡിവൈഎസ്പി എ ഉമേഷ്. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചു. വീടിന് പുറത്ത് ആയുധങ്ങൾ സൂക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകി ഡിവൈഎസ്പി. വാർത്തകൾ വിശദമായി. മലബാറിൽ അധിക ബാച്ചുകൾ അനുവദിക്കാതെ +1 അലോട്ട്മെന്റ് നടത്തരുതെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികൾ. മലബാർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് സീറ്റ് അപര്യാപ്തത നിലനിൽക്കെ +1 അലോട്ട്മെന്റ് നടത്തുന്നത് വിദ്യാർത്ഥികളോടുള്ള വഞ്ചനയാണെന്നും അതുകാരണം അലോട്ട്മെന്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ പുറത്താകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇതിൽ നിലവിൽ മലബാറിലെ വിദ്യാഭ്യാസ വിവേചന പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം തുറന്ന് സമ്മതിച്ചൊരു കാര്യമാണ്. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് മലബാറിൽ കുറച്ച് സീറ്റ് വിഷയമുണ്ട് എന്നുള്ളത് അദ്ദേഹം അടക്കം പറഞ്ഞു വെച്ചൊരു വിഷയം തന്നെയാണ്. നമ്മളിതിൽ ഉന്നയിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം നേടുവാനുള്ള മൗലികമായ അവകാശത്തിൻ്റെ നിഷേധം കൂടിയാണ് നിലവിൽ ഇത് എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്നത്. ഇതിൽ തന്നെ മീഡിയകളിൽ വന്ന കണക്ക് അനുസരിച്ചിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. അത് മീഡിയകളിൽ നിന്നും മറ്റും നമ്മൾ നിലവിലെ റിസൾട്ടിന് ശേഷം വന്ന കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ 2000-ലധികം സീറ്റുകൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് എല്ലാ തവണയും കാണിക്കുന്നത് പോലെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള ചില പരിഹാരങ്ങൾ സാധ്യമല്ല. അതിനു പകരം ഒരു പെർമനന്റ് സൊല്യൂഷൻ നിർബന്ധമായും ഇതിലുണ്ടാവണം എന്നുള്ളതാണ് ഫ്രറ്റേണിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. അധിക ബാച്ച് അനുവദിച്ചില്ലെങ്കിൽ DDE ഓഫീസ് ഉപരോധം, കളക്ട്രേറ്റ് മാർച്ച് അടക്കമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കും ഫ്രറ്റേണിറ്റി നേതൃത്വം നൽകും. കണ്ണൂർ അടക്കമുള്ള മലബാർ മേഖലയിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ +1 പ്രവേശനത്തിനുള്ള കടമ്പ കടന്നിട്ടുള്ളത്. 2002 കണക്ക് പ്രകാരം കണ്ണൂർ ജില്ലയിൽ മാത്രം 3000-ന് മുകളിൽ പേരാണ് സീറ്റില്ലാതെ പുറത്തായത്. മലബാർ മേഖലയിലെ സീറ്റിൽ അപര്യാപ്തതയുണ്ടെന്ന് സർക്കാർ തന്നെ നിയോഗിച്ച കാർത്തികേയൻ കമ്മീഷൻ കണ്ടെത്തിയിട്ടുമുണ്ട്. അധിക ബാച്ച് അനുവദിക്കാതെ കാലങ്ങളായി നടത്തിവരുന്ന മാർജിനൽ ഇൻക്രീസ് കണ്ണിൽ പൊടിയിടലാണ്. ഇത് കാരണം മലബാറിലെ ക്ലാസ് മുറികളിൽ 60-70 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കേണ്ടി വരികയാണ്. അഡ്മിഷൻ തുടരുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ പുതിയ ബാച്ചുകൾ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഫാരിസി, ജില്ലാ ജനറൽ സെക്രട്ടറി മഷൂദ് KP, നബഹാൻ താജ്, ഫഹീം ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ 9 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം ഒഴിവാക്കണമെന്നും കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. നാളെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെയും പ്രവചിച്ചിട്ടുള്ളത്. കണ്ണൂരും കാസർഗോഡും ഇന്ന് മഞ്ഞ അലർട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് നാളെ മഞ്ഞ അലർട്ടുമായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് മഞ്ഞ അലർട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകൾക്ക് 25 വരെ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെയും പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുകയും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സൃഷ്ടിച്ചേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു.
നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കൊട്ടിയൂർ വൈശാഖോത്സവം കർശന പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. നിരോധിത വസ്തുക്കളായ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ ഗ്ലാസുകളും പ്ലേറ്റുകളും എന്നിവ ഉപയോഗിക്കുന്നതിനെതിരെ ബോധവൽക്കരണം കൂടി നടത്താൻ വേണ്ടിയായിരുന്നു പരിശോധന. ഹോട്ടലുകളിലും മറ്റും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാനും അജൈവ മാലിന്യങ്ങൾ യൂസർ ഫീ നൽകി യഥാസമയം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും സ്ക്വാഡ് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി. മാലിന്യ സംസ്കരണ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് കൊട്ടിയൂർ ഉത്സവ നഗരിയിലെ മുഴുവൻ കടകളിലും പരിശോധന നടത്തിയത്. മലിനജലം ശേഖരിക്കാനായി നിർമ്മിച്ച കുഴിയിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയതിന് ഹോട്ടൽ ഉടമയെ സ്ക്വാഡ് താക്കീത് ചെയ്ത് മാലിന്യം നീക്കം ചെയ്യിപ്പിച്ചു. 4 കടകളിൽ നിന്നായി പിടിച്ചെടുത്ത നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ തുടർ നടപടികൾക്കായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു. 50 മൈക്രോണിന് മുകളിലുണ്ടെന്ന് രേഖപ്പെടുത്തിയ കവറുകൾ മാത്രമേ സാധനങ്ങൾ മുൻകൂട്ടി പാക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് നിർദ്ദേശിച്ചു. നിരോധിത ക്യാരി ബാഗിന് പകരം തുണി, കടലാസ് സഞ്ചികളോ 90 ദിവസം കൊണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ബയോ ക്യാരി ബാഗുകളോ ഉപയോഗിക്കാവുന്നതാണെന്ന് നിർദ്ദേശവും നൽകി. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പക്ഷം ആദ്യം തവണ 10,000 രൂപയും രണ്ടാം തവണ 25,000 രൂപയുമാണ് പിഴ ചുമത്തുക. മൂന്നാം തവണ 500,000 രൂപ പിഴ ചുമത്തി ലൈസൻസ് റദ്ദാക്കുന്നതാണ് നടപടി. മാലിന്യം തരംതിരിക്കാതെ സൂക്ഷിക്കുന്നതായി കണ്ടെത്തിയാൽ കുറഞ്ഞ പിഴ 5,000 രൂപയാണ്. പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെറീഖുൽ അൻസാർ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു കൊയിറ്റി, ക്ലർക്ക് ദീപക് PS എന്നിവർ പങ്കെടുത്തു. ശ്രീലങ്കയിലെ കൊളംബോയിലെ എയർപോർട്ട് സ്പോർട്സ് കോംപ്ലക്സ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്റർനാഷണൽ റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ച് കണ്ണൂർ താണ സ്വദേശി സാഹിൽ അഷ്കർ വീണ്ടും ഇന്ത്യക്ക് അഭിമാനമായി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച സാഹിലും സംഘവും 3ാം സ്ഥാനം നേടി. ഈ അഭിമാനകരമായ നേട്ടത്തോടെ ഇന്ത്യക്ക് സെക്കൻഡ് റണ്ണറപ്പ് പദവി ലഭിച്ചു. 2ാം തവണയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന സാഹിൽ ആഗോള വേദിയിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നത് തുടരുകയാണ്. 2022 മലേഷ്യയിൽ നടന്ന മുൻ ഇന്റർനാഷണൽ റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച് വിജയത്തിൽ എത്തിച്ചിരുന്നു. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ ഉറപ്പാക്കുകയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തു. My name is Sahil. ഞാൻ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്തു റോളർ നെറ്റഡ് ബോൾ സ്കേറ്റിംഗ് ആണ്. ഇത് സെക്കൻഡ് ഇൻ്റർനാഷണൽ റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പാണ്. ഇതിൽ ഫ്യൂ ടീംസ് പങ്കെടുത്തു. അതിൽ മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഇന്ത്യ, UAE എന്ന കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇതിൽ ഇന്ത്യക്ക് സീനിയർ ബോയ്സിൽ 3rd പൊസിഷനും ഓവറോൾ കാറ്റഗറി റണ്ണപ്പിന് 2nd പൊസിഷനും കിട്ടി. പിന്നെ ഞാൻ ഈ സ്കേറ്റിംഗ് തുടങ്ങിയത് ആക്ച്വലി 1st സ്റ്റാൻഡേർഡിനാണ്. പിന്നെ ഇത് ഈ ഒരു ഗെയിം വന്നു എന്നുള്ള രീതിയിൽ ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇത് കുറച്ച് പ്രൊഫഷണലൈസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. തായ്ലാൻഡിൽ നടക്കുന്ന അടുത്ത ലോക ചാമ്പ്യൻഷിപ്പിലും ടീമിൽ ഉൾപ്പെട്ടതായി സാഹിൽ അറിയിച്ചു. കണ്ണൂർ താണയിൽ പരേതനായ അഷ്കർ MVയുടെയും ഷഹല അഷ്കറിന്റെയും മകനായ സാഹിൽ കണ്ണൂർ ചിന്മയ സ്കൂൾ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വാർത്താ സമ്മേളനത്തിൽ ഉമ്മ ഷഹല അഷ്കറും പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 അധിക ബാച്ച് അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. മലബാറിൽ ഹയർ സെക്കൻഡറി സീറ്റ് പരിമിതം. സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഭാരവാഹികൾ. എളയാവൂർ കാട്ടുമൽച്ചാൽ റോഡ് ദുരിതം സ്ഥലം സന്ദർശിച്ച അധികൃതർ. ഉടൻ പരിഹാരം കാണുമെന്ന് കൗൺസിലർ. കലക്ടർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങി നാട്ടുകാർ. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്. പയ്യന്നൂരിൽ വീട്ടിലെ മോഷണം, പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് DYSP A ഉമേഷ്. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചു. വീടിന് പുറത്ത് ആയുധങ്ങൾ സൂക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകി DYSP. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം,
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ, കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണുതള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. എളയാവൂർ കാട്ടുമൽച്ചാൽ റോഡിന്റെ ദുരവസ്ഥ റോഡ് അധികൃതരും കൌൺസിലർമാരായ ധനേഷ് മോഹൻ, ഷാഹിന മൊയ്തീൻ, നാട്ടുകാർ എന്നിവരും ചേർന്ന് തൽസ്ഥിതി പരിശോധിച്ചു. അതിൽ പരിഹാരമുണ്ടാക്കാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. എങ്കിലും ശാശ്വത പരിഹാരത്തിനായി കളക്ടർക്ക് കൂടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഈ റോഡിന്റെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്. മഴയൊന്ന് ചാറിയാൽ കുളമാകുന്ന റോഡിന്റെ അവസ്ഥയാണ് ഞങ്ങളെന്ന് റിപ്പോർട്ട് ചെയ്തത്. ഏറെ പ്രയാസപ്പെട്ട് നീങ്ങുന്ന ഇരുചക്ര വാഹനങ്ങളും ഓട്ടോകളുമായിരുന്നു അന്ന് ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞത്. റോഡിന്റെ അവസ്ഥയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം: ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ വഴി വരണം. ആഴ്ചയൊന്നു തികയും മുമ്പേ അധികാരികളെത്തി റോഡിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ശാശ്വത പരിഹാരമല്ലെങ്കിലും തീരുമാനമുണ്ടാക്കാമെന്ന ഉറപ്പിന്മേൽ അവർ പിരിഞ്ഞു. ആ ഉറപ്പിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി കലക്ടർക്ക് കൂടി പരാതി നൽകാൻ ഒരുങ്ങി നാട്ടുകാരും. ഇത്തവണത്തെ കാലവർഷം കാട്ടുമൽച്ചാൽ നിവാസികൾക്ക് ആ ഉറപ്പിന്റെ ബലത്തെ ആശ്രയിച്ചു തന്നെ ഇരിക്കേണ്ടി വരും. എങ്കിലും ഒരു ബദൽ മാർഗമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വരവും നാട്ടുകാർ കാണുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ശാശ്വത പരിഹാരം എത്തുമെന്ന് വിശ്വസിക്കുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലിന്റെ സഹോദരി നിര്യാതയായി. നീർച്ചാൽ സ്കൂളിന് സമീപം മഠത്തിൽ ഷമീന ബാനു ആണ് മരിച്ചത്. ഭർത്താവ് മാഗുലക്കത്ത് സുബൈർ, മക്കൾ ഷഹല ബാനു, മുഹമ്മദ് ഷാദിൻ, ജാമാതാവ് OM അബൂബക്കർ, മറ്റ് സഹോദരങ്ങൾ മുനവിറ ഖാത്തൂൽ, ഷായിഖ ബാനു, അൻവർ അഫ്സൽ, റിയാസ് അഹമ്മദ്, മുഹമ്മദ് യാസർ, മുആദ് അഹമ്മദ്. ഖബറടക്കം 11 മണിക്ക് സിറ്റി ജുമാ മസ്ജിദിൽ നടന്നു. 45ാമത് കണ്ണൂർ ജില്ലാ പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾ മെയ് 25-ന് ശനിയാഴ്ച മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനി രാവിലെ ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനും UAE-യുടെ ബോഡി ബിൽഡിംഗ് കോച്ചുമായ അഴീക്കോടൻ ജ്യോതി ഉദ്ഘാടനം ചെയ്യും.
അസോസിയേഷൻ പ്രസിഡന്റ് CK സദാനന്ദൻ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 7 മണിക്ക് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സജീവൻ കെയുടെ അധ്യക്ഷതയിൽ V. ശിവദാസൻ MP സമ്മാനദാനവും നടത്തും. ചടങ്ങിൽ ഇന്റർനാഷണൽ റഫറിയും ദേശീയ പവർ ലിഫ്റ്റിംഗ് കോച്ചുമായ മോഹൻ പീറ്റേഴ്സിനെ ആദരിക്കും. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ അനുമോദിക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായി 250ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ആണ് മത്സരങ്ങൾ നടത്തുന്നത്. ജൂൺ 28, 29, 30 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സീനിയേഴ്സ്, മാസ്റ്റേഴ്സ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരാർത്ഥികളെ പ്രസ്തുത മത്സരത്തിൽ തിരഞ്ഞെടുക്കും. ഞങ്ങൾ കഴിഞ്ഞ വർഷം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ചെറക്കൽ രാജസ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അതിൽ ഏതാണ്ട് 200-നടുത്ത് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ ഏറെ മത്സരാർത്ഥികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 220-250 വരെ എത്താൻ ചാൻസ് അവിടെ ആയതുകൊണ്ട് കണ്ണൂർ സാധാരണ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്നതായിരുന്നു. അത് ഇത്തവണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് CK സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് K. സജീവൻ, ഭരത് കുമാർ, K. രാംദാസ്, കക്കറക്കൽ ശ്രീനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. എളയാവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സോടുകൂടിയ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മുണ്ടയാട് നടന്നു. മുണ്ടയാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള തെറ്റായ ഇടപെടലുകൾ നടത്തുന്നു. ചില നിയമങ്ങൾ പാസാക്കും. ഇവിടുത്തെ സഹകരണ സ്ഥാപനത്തെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനുമാണ് നിയമം ഉണ്ടാക്കേണ്ടത്. അതിനു പകരം ജനകീയ പങ്കാളിത്തമുള്ള സഹകരണ സ്ഥാപനങ്ങളെ, അതിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നിയമങ്ങൾ പാസാക്കുന്നത് തികച്ചും തെറ്റായ പ്രവണതയാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രൗഢിയുണ്ട്. ആ ബാങ്ക് എന്ന് പറയുന്ന പ്രൗഢി ഉള്ളത് കൊണ്ട് അത് നിക്ഷേപം വർദ്ധിക്കും. ഈ ബാങ്ക് എന്ന പദം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനികളാണ്. അവരുടെ കൈവശമാണ് കേന്ദ്ര ഗവൺമെന്റ്. വൻകിട സ്വകാര്യ കമ്പനികൾ അവർ പറയുന്നു ബാങ്ക് എന്നൊക്കെ മാറ്റി സഹകരണ സംഘം നടത്തിയ ഞങ്ങൾക്ക് നല്ലതുപോലെ നിക്ഷേപം വരും. അതുകൊണ്ട് ഈ ബാങ്ക് എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരെടുത്തു മാറ്റാൻ നിയമം ഉണ്ടാക്കണം, ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ബ്ലേഡ് കമ്പനിക്കാർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നിയമം ഉണ്ടാക്കാനും അതിന് റിസർവ് ബാങ്കിനെ അടക്കം ഉപയോഗിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇപ്പോൾ കേസ് നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സഹകരണ സംഘത്തെ ശല്യപ്പെടുത്തുന്ന നിലപാടാണ് അതൊന്ന് പറയാതിരിക്കാൻ വയ്യ. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള പ്രവണത കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. എളയാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. രാജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P. സുരേഷ് ബാബു, ജോയിന്റ് രജിസ്ട്രാർ E. രാജേന്ദ്രൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ CP അഷ്റഫ്, MK മുരളി, CP സന്തോഷ് കുമാർ, സതീശൻ ബാബുക്കൽ, C. വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 അധിക ബാച്ച് അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. മലബാറിൽ ഹയർ സെക്കൻഡറി സീറ്റ് പരിമിതം. സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഭാരവാഹികൾ. എളയാവൂർ കാട്ടുമൽച്ചാൽ റോഡ് ദുരിതം സ്ഥലം സന്ദർശിച്ച അധികൃതർ. ഉടൻ പരിഹാരം കാണുമെന്ന് കൗൺസിലർ. കലക്ടർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങി നാട്ടുകാർ. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്. പയ്യന്നൂരിൽ വീട്ടിലെ മോഷണം, പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് DYSP A. ഉമേഷ്. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചു. വീടിന് പുറത്ത് ആയുധങ്ങൾ സൂക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകി DYSP. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി,
അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. പയ്യന്നൂർ മോഷണം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചതായി പയ്യന്നൂർ DYSP A. ഉമേഷ്. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഉടൻ വലയിലാകുമെന്നും അദ്ദേഹം അറിയിച്ചു. മഴക്കാലം വരുന്നതോടെ കവർച്ച കൂടാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നും ആയുധങ്ങൾ വീടിന് പുറത്ത് സൂക്ഷിക്കരുതെന്നും DYSP മുന്നറിയിപ്പ് നൽകി. മോഷണ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. ഏകദേശം ചില സൂചനകളൊക്കെ നമുക്കുണ്ട്. നമ്മളതിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. മഴക്കാലം വരികയായി. മഴക്കാലം വരുമ്പോൾ നമുക്ക് കൂടുതൽ സുരക്ഷ നമ്മുടെ വീടുകളിലൊക്കെ ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമുക്ക് തന്നെ കാണുന്നത് നമ്മളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അത്തരം സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. അതുപോലെ സുരക്ഷിതമായി നമ്മുടെ ഗോൾഡ് എന്നിവ വില ഉൾപ്പെടെ സാധനങ്ങളൊക്കെ കഴിവതും ലോക്കറിലേക്കും മറ്റും മാറ്റുന്ന രീതിയിലേക്ക് ചെയ്യുക. വേറെ ഒന്നും നമ്മുടെ പരിസരത്തുള്ള ആൾക്കാർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവുക. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ക്യാമറകളും സർവൈലൻസ് പരിപാടികളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക. തുടങ്ങി നമ്മുടേതായ ചെയ്യുന്ന സുരക്ഷ നമ്മൾ ഒരുക്കുകയും പോലീസ് പെട്രോളിംഗ് കുറച്ച് സജീവമാക്കിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഈ സീസൺ ജൂൺ മാസങ്ങളിൽ നമുക്ക് പൊതുവേ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ കൂടുതൽ മോഷണങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഞങ്ങളും നാട്ടുകാരും ഒരുമിച്ച് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പയ്യന്നൂർ പെരുമ്പയിലെ CH സുഹറയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർച്ച നടന്നത്. 75 പവൻ സ്വർണ്ണ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ വീട്ടുടമസ്ഥയായ സുഹറയും മകന്റെ കുടുംബാംഗങ്ങളും ഉറങ്ങുമ്പോഴായിരുന്നു താഴത്തെ മുറി കുത്തിത്തുറന്ന് കവർച്ച നടന്നത്. വീട്ടുകാർ രാവിലെ ഉണർന്ന് താഴേക്ക് വന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് തന്നെ. താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തിത്തുറന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 കിടപ്പുമുറികളും ഷെൽഫുകളും കുത്തിത്തുറന്നിരുന്നു. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലുമായിരുന്നു ഉണ്ടായത്. വാതിൽ കുത്തിത്തുറക്കാൻ ഉപയോഗിച്ചെന്ന് കരുതാവുന്ന കത്തിയും മുറിയിലുണ്ടായിരുന്നു. പെരുമ്പ ടൗണിൽ ലത്തീഫിയ സ്കൂളിന് മുന്നിൽ തന്നെയാണ് വീട്. സുഹറയുടെ ഭർത്താവ് അസുഖബാധിതനായതിനാൽ ഇവർ രണ്ടുപേരും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു ഉണ്ടായത്.
കേരള കഥാപ്രസംഗ പരിപോഷണ വേദിയുടെ നേതൃത്വത്തിൽ കഥാപ്രസംഗ ശതാബ്ദി ആഘോഷം കഥന കൗതുകം മറ്റന്നൂറ് സംഘടിപ്പിച്ചു. മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മാനുഷിക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന ഈ കാലത്ത് രൗദ്രീകരിക്കപ്പെട്ട മനസ്സുകൾക്ക് ഏറെ ആശ്വാസം പകരുന്ന കലയാണ് കഥാപ്രസംഗമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഐശ്വര്യ സമ്പന്നമായ സമൃദ്ധമായ വിചാരധാരകളും അനുഗ്രഹീതമായ പദവിന്യാസങ്ങളുമൊക്കെ ഈ വർത്തമാനകാലത്തും കേൾക്കാനും പ്രതിധ്വനിപ്പിക്കാനും കഴിയുന്ന നിലയിൽ കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ വേളയിൽ കഥന കൗതുകം സംഘടിപ്പിച്ച സംഘാടകന്മാരെ ഞാൻ ആദ്യമായി അഭിവാദനം ചെയ്യുകയാണ്. ഇതുപോലുള്ള കഥാകഥനങ്ങളും പരിപാടികളുമൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള വർത്തമാനകാലം. കാരണം നമ്മുടെ എല്ലാം മനസ്സ് വളരെയധികം പല കാര്യങ്ങളിലും രൗദ്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതും അതാണ്. മാനുഷിക ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, പവിത്രമായ മാതൃപിതൃപുത്രബന്ധം പോലും വിച്ഛേദിക്കപ്പെട്ട് പരിഭ്രാന്തമാക്കപ്പെട്ട സാഹചര്യങ്ങൾ കാണാൻ കഴിയും. കുട്ടികളെ കൊല ചെയ്യുന്ന അമ്മമാരും. പ്രേമാനന്ദ് ചമ്പാട് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രത്നകുമാർ ആമുഖ ഭാഷണം നടത്തി. EVG നമ്പ്യാർ, T കൃഷ്ണൻ പയ്യന്നൂർ, P പ്രദീപ്, ഉല്ലാസൻ കൂടൻ, ബാബു കൊടഞ്ചേരി, രാജ് തെരൂർ എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഗാനമാലികയും തുടർന്ന് നദിയ നാരായണന്റെയും സംഘത്തിന്റെയും കഥാപ്രസംഗവും സോണിക, ശ്യാംജിത്ത്, ശ്രീലേഖ, ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലഘു കഥാപ്രസംഗവും നടന്നു. കൊട്ടിയൂർ പെരുമാളിന്റെ സ്വയംഭൂ വിഗ്രഹത്തിൽ നെയ്യഭിഷേകം നടന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ചടങ്ങ്. ആദ്യം പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചോതി പുണ്യാഹം നടത്തി. തുടർന്നായിരുന്നു നെയ്യാട്ടം. അർദ്ധരാത്രിയോടെ ഭണ്ഡാരങ്ങൾ അക്കരെ കൊട്ടിയൂരിലെത്തും. ശേഷം സ്ത്രീകൾക്ക് പ്രവേശിക്കാം. മണിത്തറയിൽ പ്രവേശിച്ച ബ്രാഹ്മണർ അഷ്ടബന്ധം നീക്കി പാത്തിവെച്ച് രാശി വിളിച്ച ശേഷമായിരുന്നു നെയ്യാട്ടം. ആദ്യം ജന്മസ്ഥാനികരായ വില്ലിപ്പാടൻ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ നമ്പ്യാരുടെയും നെയ്യും തുടർന്ന് ക്രമമനുസരിച്ച് വിവിധ മഠങ്ങളിൽ നിന്നെത്തിയ വ്രതക്കാരുടെ നെയ്യും അഭിഷേകം ചെയ്തു. നെയ്യാട്ടം പുലർച്ചെ വരെ നീണ്ടു. ചൊവ്വാഴ്ച വൈകിട്ട് വയനാട്ടിലെ മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്നുള്ള വാൾ ഇക്കരെ ക്ഷേത്രത്തിലും എത്തിച്ചു. മൂഴിയോട്ടില്ലത്ത് സുരേഷ് നമ്പൂതിരിയാണ് വാൾ എഴുന്നള്ളിച്ചത്. വാൾ ഇക്കരെ ക്ഷേത്രത്തിലെ ബലിബിംബങ്ങൾക്കൊപ്പം പ്രതിഷ്ഠിച്ചു. ചോതിവിളക്ക് തെളിയിക്കുന്നതിനായി തേടൻ വാരിയർ ഓടയും തീയും കൊണ്ടുവന്നു. രാത്രിയോടെ മൺതാലങ്ങളിൽ ചോതിവിളക്ക് തെളിച്ചു. ബുധനാഴ്ച ഭണ്ഡാരം എഴുന്നള്ളിക്കും. മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്നും രാത്രി ഭണ്ഡാരവുമേന്തി കുടിപതികൾ യാത്ര തുടങ്ങും. സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പാത്രങ്ങളാണ് ഭണ്ഡാരങ്ങൾ. വാളശ്ശനക്കാർണവരും അടിയന്തര യോഗക്കാരും മണാളനും ചേർന്ന് ഗോപുരവും നിലവറയും തുറന്ന് ഭണ്ഡാരങ്ങളും മറ്റു പാത്രങ്ങളും പുറത്തെടുത്ത് കണക്കപ്പിള്ളയെ ഏൽപ്പിക്കും. കണക്കപ്പിള്ള ഭണ്ഡാരങ്ങൾ കുടിപതികളെ ഏൽപ്പിക്കും. അർദ്ധരാത്രിയോടെ ഭണ്ഡാരങ്ങൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിക്കും. ഭണ്ഡാരങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ച ശേഷമാണ് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുക. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർമ്മലാനന്ദൻ അനുസ്മരണവും സാന്ത്വനം ഫണ്ട് വിതരണവും സംഘടിപ്പിച്ചു. തെക്കി ബസാറിൽ ഗുരുഭവനിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സുനിൽ വടക്കുംപാട്, ഉണ്ണി കൂവോട്, ഹരീഷ് പാലക്കുന്ന്, പ്രജിത് കണ്ണൂർ, രാകേഷ് ആയിക്കര, രാജേഷ് കരേള, PP ജയകുമാർ, വിധിലേഷ്, അനുരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 അധിക ബാച്ച് അനുവദിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. മലബാറിൽ ഹയർ സെക്കൻഡറി സീറ്റ് പരിമിതം. സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ഭാരവാഹികൾ. എളയാവൂർ കാട്ടുമൽച്ചാൽ റോഡ് ദുരിതം സ്ഥലം സന്ദർശിച്ച അധികൃതർ. ഉടൻ പരിഹാരം കാണുമെന്ന് കൗൺസിലർ. കലക്ടർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങി നാട്ടുകാർ. സിറ്റി ന്യൂസ് ഫോളോ അപ്പ്.
പയ്യന്നൂരിൽ വീട്ടിലെ മോഷണം, പ്രതികൾ ഉടൻ വലയിലാകുമെന്ന് ഡിവൈഎസ്പി എ ഉമേഷ്. ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചു. വീടിന് പുറത്ത് ആയുധങ്ങൾ സൂക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകി ഡിവൈഎസ്പി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.